ഇപ്പം നൈറ്റ് 11 ആയി. ഞാനിവിടെ നമ്മുടെ ടീച്ചേഴ്സ് ഫയലൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കൂട്ടുകാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഡിഫറൻഷിയേറ്റഡ് ടീച്ചിങ് ആണ് ഇവിടെ UAE മൊത്തം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ മോഡലായിട്ട് ഞാൻ ഈ ഒരു ബുക്കിൽ ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് മാറ്റി വെക്കട്ടെ. ഇത് നമ്മൾ ഫയലിലേക്ക് കയറ്റിയിട്ടില്ല, ഇനി ഫയലിലേക്ക് കയറ്റാനുള്ളതാണ്. ഇതാണ് IEP, ഓക്കെ, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ. ഇത് സെൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഒരാൾക്ക് തന്നെ കണ്ടോ എത്ര പേജാണെന്നറിയോ. എന്താണ് അവരുടെ പ്രോബ്ലം, ഓട്ടിസം ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ, അതിന് ഏതൊക്കെ രീതിയിൽ പഠിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണിത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ലെസൺ പ്ലാൻ കണ്ടോ, ഇത് 3B ചെറിയ ക്ലാസ്സിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ വെച്ചിട്ടുള്ളത് ഇത് എബിലിറ്റി ഗ്രൂപ്പിംഗ് ആണ്. അതായത് സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് മാത്രമായിട്ട് 3ആയിട്ട് തിരിച്ചേക്കാണ്. റെഡ് ഹൈ അച്ചീവേഴ്സ്, മിഡിൽ അച്ചീവേഴ്സ്, ലോ അച്ചീവേഴ്സ്. ഇതാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ തന്നെ ഡിഫറൻഷിയേറ്റഡ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതുണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കളർ കോഡ് വെച്ചിട്ടാണ് നമ്മൾ വച്ചേക്കുന്നത്. അതായത് ഇവരെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും ഈ ഗ്രൂപ്പുകാർ ഒരു ഇപ്പോൾ ലോ അച്ചീവേഴ്സ് ആണ് ഗ്രീനെങ്കിൽ അവർക്ക് ലോ എബിലിറ്റി ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുന്നു. ഇവർക്ക് ഹൈ അച്ചീവേഴ്സിന് നല്ല ഹൈ എബിലിറ്റി ടാസ്ക് കൊടുക്കുന്നു. യെല്ലോയ്ക്ക് മിഡിൽ ആയിട്ടുള്ള രീതിയിലുള്ള ടാസ്ക് കൊടുക്കുന്നു അക്കോർഡിംഗ് ടു റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. ഓക്കെ, നൈറ്റ് പറഞ്ഞിട്ടാണ് എല്ലാം തെറ്റിപ്പോകുന്നല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ. ഓരോ സയൻസ് സബ്ജക്റ്റിനൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ലെസൺ പ്ലാനിലേക്ക് പോകുന്ന സമയത്ത് ലെസൺ പ്ലാനിൽ നമ്മൾ അങ്ങനെ ഡിഫറൻഷിയേഷൻ കൊടുക്കും. കണ്ടോ, ഓരോ സ്ഥലത്തും നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരോടും ചോദിക്കുന്ന റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ തുടക്കത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനും ഇതേപോലെ കളർ കോഡ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഇങ്ങനെ കളർ കോഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഏറ്റവും ലാസ്റ്റ് ഐ ക്യാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നതാണ്. അതും കളർ കോഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ എവറിത്തിങ് ഈസ് ഡിഫറൻഷിയേറ്റഡ് അല്ലേ, എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ് കാറ്റഗറി വെച്ചിട്ട്. അതുകൊണ്ടിട്ടാണ് ഇതിന് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് എന്നും പറയുന്നത്.